ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ KSRTC മലക്കപ്പാറയിലേക്ക് നടത്തുന്ന സർവീസ് ഏതൊക്കെ ഡിപ്പോയിൽ നിന്നാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പം ഞാൻ ഏതൊക്കെ ഡിപ്പോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കോൺടാക്ട് നമ്പേഴ്സ് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾ മലക്കപ്പാറയിലേക്ക് ഈ മെയ് 2024 ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങളുടെ ട്രിപ്സ് ചാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ അടുത്തുള്ള ഡിപ്പോ ആയിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പേഴ്സ് ഞാൻ ഷെയർ ചെയ്യാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ മലക്കപ്പാറ അവരുടെ ട്രിപ്പിനെ കുറിച്ച് ഓരോ ഡിപ്പോയിൽ നിന്നും പല രീതിയിലായിരിക്കും പല ഡിപ്പോയിൽ നിന്നും പോകുന്നത്. അപ്പോൾ അവർ അതിന് ഓരോ ഡിപ്പോയിൽ നിന്നുള്ള ഐറ്റിനറി എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു തരും. അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കാര്യം ഞാൻ KSRTC റിലേറ്റഡ്, ബഡ്ജറ്റ് ടൂറിസം റിലേറ്റഡ് കുറേ അപ്ഡേറ്റ്സ് ഞാൻ ഇതിൽ കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. കാര്യം നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം മെയ് 1 ആലപ്പുഴ ഡിപ്പോയിൽ നിന്നാണ് മലക്കപ്പാറയിലേക്ക് ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 1 തന്നെ 4 ബസ്സുണ്ട്. ആലപ്പുഴ ഡിപ്പോയിൽ നിന്നുണ്ട്, അങ്കമാലി ഡിപ്പോയിൽ നിന്ന്, പെരുമ്പാവൂർ, പിറവം 4 ഡിപ്പോയിൽ നിന്നാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് മലക്കപ്പാറയിലേക്ക്. മെയ് 4 എറണാകുളം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ ഇത്രയും ഡിപ്പോയിൽ നിന്നാണ് മെയ് 4 മെയ് 5 എടത്വ, കോഴിക്കോട്, ചേർത്തല, എടത്വ, ചെങ്ങന്നൂർ, ആലുവ, മൂവാറ്റുപുഴ, ചങ്ങനാശ്ശേരി, കോതമംഗലം ഇത്രയും ഡിപ്പോയിൽ നിന്നാണ് മെയ് 5 മെയ് 11 ഹരിപ്പാട്, പെരുമ്പാവൂർ, എരുമേലി, വൈക്കം, റാന്നി, കിളിമാനൂർ ഇത്രയും ഡിപ്പോയിൽ നിന്നാണ് മെയ് 11 മലക്കപ്പാറയിലേക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 12 ട്രിപ്സ് എന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട്, മൂവാറ്റുപുഴ, മാള ഇത്രയും ഡിപ്പോയിൽ നിന്നാണ് മെയ് 12. മെയ് 15 വന്നിട്ട് എറണാകുളം, നോർത്ത് പറവൂർ, പെരുമ്പാവൂർ ഇത്രയും ഡിപ്പോയിൽ നിന്നാണ്. ഞാൻ ഈ ബസ് ടൈപ്പെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏത് ബസ്സാണ് അവർ പോകാൻ ഉദ്ദേശിക്കുന്നത്, എത്ര സീറ്റ്സ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, എല്ലാം ഉണ്ട്. നിങ്ങൾ നോക്കുക. ഞാൻ ജസ്റ്റ് ഡിപ്പോയുടെ പേര് മാത്രം പറഞ്ഞു പോവാണ്. അത് കഴിഞ്ഞ് മെയ് 18 ചെങ്ങന്നൂർ, ആലുവ, പെരുമ്പാവൂർ ഇത്രയും ഡിപ്പോയിൽ നിന്നാണ് മലക്കപ്പാറയിലേക്ക് സർവീസ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 19 വൈക്കം, കോഴിക്കോട്, ആലപ്പുഴ, കായംകുളം, ചെങ്ങന്നൂർ, മൂവാറ്റുപുഴ, ഈരാറ്റുപേട്ട, എരുമേലി, കൂത്താട്ടുകുളം, പാല ഇത്രയും ഡിപ്പോയിൽ നിന്നാണ് മെയ് 19 മലക്കപ്പാറയിലേക്ക് ട്രിപ്സ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് മെയ് 22 വരുമ്പോൾ എറണാകുളം മാത്രമാണ് 22 ചാർട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മെയ് 25 സർവീസ് ഉള്ളത്. ആലുവ, മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്നാണ് 25 26 എടത്വ, ഹരിപ്പാട് തന്നെ വേറൊരു ട്രിപ്പ്, എറണാകുളം, നോർത്ത് പറവൂർ, അങ്കമാലി, പെരുമ്പാവൂർ ഇത്രയും ഡിപ്പോയിൽ നിന്നാണുള്ളത്. പിന്നെ മെയ് 29 നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്നാണ് മെയ് 29 ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് മലക്കപ്പാറ ട്രിപ്സ് 2024 മെയ് ഈ വെക്കേഷൻ ടൈമിൽ മലക്കപ്പാറയിലേക്ക് KSRTC ചാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ടെനറ്റേറ്റീവ് ഷെഡ്യൂളാണ്. ഇതിൽ ചേഞ്ചസ് വരാം. അപ്പൊ നിങ്ങൾ ഞാൻ കോൺടാക്ട് നമ്പർ കൂടി തരാം. നമ്പറിൽ വിളിച്ച് സർവീസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി മാത്രമേ നിങ്ങളുടെ സീറ്റ്സ് ബ്ലോക്ക് ചെയ്യുക. അപ്പൊ നേരത്തെ തന്നെ വിളിച്ച് ബ്ലോക്ക് ചെയ്യുക. കാര്യം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നമുക്ക് സീറ്റ്സ് നേരത്തെ ഫില്ലായി പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ കോൺടാക്ട് നമ്പേഴ്സ് ഷെയർ ചെയ്യാം. നമുക്ക് ട്രിവാൻഡ്രം ഡിപ്പോയിലുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം. അപ്പൊ നിങ്ങൾ ഏത് ഡിപ്പോ ആണ് നിങ്ങളുടെ അടുത്ത് കൺവീനിയന്റ് ആയിട്ടുള്ള ഡിപ്പോ നോക്കിയിട്ട് ഒന്ന് പോസ് ചെയ്ത് വെച്ച് നമ്പർ നോട്ട് ചെയ്തിട്ട് അവരെ വിളിക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. ട്രിവാൻഡ്രം ജില്ലയിലുള്ള ഡിപ്പോകളാണ് ഇപ്പൊ കാണിക്കുന്നത്. അടുത്ത കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, എറണാകുളം ജില്ല,
തൃശ്ശൂർ ജില്ല, പാലക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, വയനാട് ജില്ല, കണ്ണൂർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ടുള്ള നമ്പേഴ്സ് എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ നമ്പേഴ്സ് നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോ ഏതാണെന്ന് നോക്കിയിട്ട് ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ അവർ ഷെയർ ചെയ്ത് തരും. ഐറ്റിനറിയും റേറ്റ്സും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരും. പ്ലാൻസ്, ട്രിപ്പ് ചാർട്ട്സ്, എല്ലാം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാം പറഞ്ഞു തരും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോസ് ഞാൻ മാക്സിമം ഇതിനകത്തുകൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.